കോൺഗ്രസിനോടുള്ള വെറുപ്പും ദേഷ്യവും തൃണമൂലിന് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. രാഹുൽ ഗാന്ധിയെയും മമത വെറുതെ വിട്ടില്ല. ഇപ്പോഴിതാ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയിലെ പ്രധാന കക്ഷികളായ TMCയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നതിനു പിന്നാലെ വീണ്ടും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 40 സീറ്റുകൾ പോലും നേടാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നായിരുന്നു മമതയുടെ പരിഹാസം. ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ BJPയെ നേരിടാൻ കോൺഗ്രസിനെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയും ചെയ്തു. തൃണമൂലുമായുള്ള സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് മമതയുടെ ഈ കടുത്ത ഭാഷയിലുള്ള ആക്രമണം വരുന്നത്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരികയാണെന്നും പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന നിലയിലല്ല ഇപ്പോഴത്തെ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെന്നാണ് മമത നൽകുന്ന സൂചന. ബംഗാളിലെ 6 ജില്ലകളിലൂടെ സഞ്ചരിച്ച കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയെയും മമത ശക്തമായിട്ടാണ് വിമർശിച്ചത്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചില ദേശാടന പക്ഷികളുടെ വെറും ഫോട്ടോഷൂട്ട് പരിപാടിയായാണ് അവർ രാഹുലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത് ന്യായ് യാത്രയെ വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് 300 സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു, പക്ഷേ അവർ അത് ചെവികൊണ്ടില്ല. ഇപ്പോൾ അവർ മുസ്ലിം വോട്ടർമാരെ ഇളക്കിവിടാൻ സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവർ 300-ൽ മത്സരിച്ചാൽ അവർക്ക് 40 സീറ്റെങ്കിലും ലഭിക്കുമോ എന്നെനിക്ക് സംശയമുണ്ടെന്നാണ് മമത പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ കുടിശ്ശിക കേന്ദ്രം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊൽക്കത്തയിൽ നടന്ന ധർണയെ അഭിസംബോധന ചെയ്യവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് തങ്ങൾ തയ്യാറായിരുന്നുവെന്നും കോൺഗ്രസ് ആണ് ഇതിനെ തുരങ്കം വെച്ചതെന്നുമാണ് ആരോപിച്ചത്. 2 സീറ്റുകൾ കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തെങ്കിലും അവർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും മമത പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ പ്രവർത്തകരുമായി സംവദിക്കുന്നതിനിടെ സീറ്റ് പങ്കിടലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മമതയുടെ ഈ കടന്നാക്രമണം ഉണ്ടായത്. അതേസമയം മുൻപ് മമതയ്ക്ക് വേണ്ടി രാഹുൽ കോൺഗ്രസ് നേതാവിനെ തള്ളിപ്പറഞ്ഞത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അധിർ രഞ്ജൻ ചൗധരിയായിരുന്നു ആ നേതാവ്. മമതാ ബാനർജിയുമായി ആത്മബന്ധം തനിക്കുണ്ടെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. അധിർ ചൗധരിയുടെ മമതയ്ക്കെതിരായ പരാമർശത്തെ കാര്യമാക്കുന്നില്ലെന്നും തൃണമൂൽ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്നുമായിരുന്നു രാഹുൽ അന്ന് പറഞ്ഞത്. 2 സീറ്റ് മാത്രം നൽകാമെന്ന തൃണമൂൽ കോൺഗ്രസ് നിലപാടാണ് ചൗധരിയെ ചൊടിപ്പിച്ചത്. നിലവിൽ വിജയിച്ച സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നൽകൂ എന്നായിരുന്നു TMCയുടെ നിലപാട്. ഇതിനെതിരെ തുറന്നടിച്ച ചൗധരിയെയായിരുന്നു രാഹുൽ തള്ളി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മമതയുടെ ഇപ്പോഴത്തെ നീചമായ പ്രവൃത്തി കോൺഗ്രസിന് പോലും വെറുപ്പുളവാക്കുന്നതാണ്.